PSC പരീക്ഷകളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ടോപ്പിക്കാണ് അന്തസ്രാവി ഗ്രന്ഥികളും അവ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണും. അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ആദ്യമായിട്ട് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അഥവാ TSH, ഇനി അഡ്രീനോ കോർട്ടിക്കോട്രോപിക് ഹോർമോൺ അഥവാ ACTH, അടുത്തത് മെലനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അഥവാ MSH, അതുപോലെ തന്നെ ലൂട്ടിനൈസിംഗ് ഹോർമോൺ LH, ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ FSH. ഒന്നും കൂടെ നോക്കാം. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതൊക്കെയാണ്? തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അഥവാ TSH, അഡ്രീനോ കോർട്ടിക്കോട്രോപിക് ഹോർമോൺ അഥവാ ACTH, മെലനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അഥവാ MSH, ലൂട്ടിനൈസിംഗ് ഹോർമോൺ അഥവാ LH, ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അഥവാ FSH. അപ്പൊ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിന്തളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ നോക്കാം. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിന്തളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളായ പ്രോലാക്റ്റിൻ, ആന്റി ഡയൂറിറ്റിക് ഹോർമോൺ അഥവാ ADH, അത് പിന്നെ വാസോപ്രസിനും ഓക്സിറ്റോക്സിൻ. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിന്തളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണ്? പ്രോലാക്റ്റിൻ, ആന്റി ഡയൂറിറ്റിക് ഹോർമോൺ അഥവാ ADH, പിന്നെ വാസോപ്രസിൻ, ഓക്സിറ്റോക്സിൻ.